Good morning, all. Morning. Okay. Good morning, ma'am. Morning. Morning. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് എടുത്തൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? കാണുന്നില്ല? പ്രസന്റ് ചെയ്യുന്നത് കാണുന്നില്ല? മിസ്സിനെ കാണാൻ വയ്യ. ഇപ്പൊ കാണാം. ഓക്കെ. അപ്പോ കഴിഞ്ഞ ക്ലാസ് എടുത്ത് നിങ്ങൾ വായിച്ചു കാണും അല്ലേ? എങ്ങനെ ഡൗട്ടുകളുണ്ടോ? അപ്പൊ നമ്മൾ എവിടെ വരെ എടുത്തു നിർത്തിയത് ഓർമ്മയുണ്ടോ? ആഴ്ച കഴിഞ്ഞ് വരുമ്പോഴേക്കും പെൻഡിങ് ആവരുത്. എംപ്ലോയീസ് റിലേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? സിഗ്നിഫിക്കൻസ് ഓഫ് എംപ്ലോയി റിലേഷൻസ് വരെ എടുത്തു. സിഗ്നിഫിക്കൻസ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ് സിഗ്നിഫിക്കൻസ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ് വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്. ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കി കാണുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെ? നമുക്കൊരു ക്ലാസ്സേ ഉള്ളൂ, ഫിക്സ് ആക്കണ്ട. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാൻ തന്നെ ശ്രമിക്കുക. ഓക്കെ, ഓക്കെ. സിഗ്നിഫിക്കൻസ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ് നമുക്കറിയാം. നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഓർഗനൈസേഷന് സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട് സാധിക്കും. തർക്കങ്ങളൊന്നുമില്ലാതെ എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റുകൾ എന്താണോ അത് കണ്ടറിഞ്ഞ് തന്നെ തൊഴിലുടമയ്ക്ക് അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ തീരുമാനിച്ച് അല്ലെ വലിയ തർക്കങ്ങളൊന്നും ഇല്ലാതെ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് തന്നെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം കൈവരിക്കാനായിട്ട് ശ്രമിക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് എന്താണ് പറയുന്നത് നോക്കാം. Importance of employees relations is as follows. First one, minimize industrial conflicts. ഫസ്റ്റ് വൺ പറയുന്നത് മിനിമൈസസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്, അതായത് തർക്കങ്ങളെ കുറച്ചു കൊണ്ടുവരുവാനായിട്ട് സഹായിക്കുന്നു അല്ലെ? ഈ ഒരു നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ തർക്കങ്ങളെ കുറച്ചു കൊണ്ടുവരുവാനായിട്ട് സഹായിക്കുന്നു. Industrial relations are prone to industrial disputes which occur as a result of various differences. For example, failure to fulfill a basic human desire or lacking sufficient motivation to gain satisfaction, etc. അതായത് നമുക്കറിയാം ഇൻഡസ്ട്രിയിലെ തർക്കങ്ങൾ വരാൻ സാധ്യത എന്ന് പറയുന്നത് വ്യത്യസ്ത എംപ്ലോയീസ് അവിടെ ഡ്യൂട്ടിക്ക് വരുന്നുണ്ട് അല്ലെ? വ്യത്യസ്ത ബിഹേവിയറായിട്ട് വ്യത്യസ്ത ആഗ്രഹങ്ങളോട് കൂടിയിട്ടായിരിക്കും ഓരോ പേഴ്സൺസും അവിടെ ഡ്യൂട്ടിയിൽ വരുന്നത്. സോ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അല്ലെ, ഹ്യൂമൻ ഡിസയേഴ്സിനനുസരിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയാം തർക്കങ്ങളില്ലാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അല്ലെ? സഫീഷ്യന്റ് അവർക്ക് ആവശ്യമായിട്ടുള്ള സഫീഷ്യന്റ് മോട്ടിവേഷൻ എന്ന് വെച്ചാൽ അവരെ നന്നായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള പ്രേരക ഘടകങ്ങൾ എന്താണോ അവരെങ്ങനെയാണ് ഏറ്റവും നല്ല സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തിയോട് കൂടിയിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ആ ഒരു രീതിയൊക്കെ അവലംബിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. Some forms of industrial disturbances also obstructed industrial unity. Example, strikes, lockouts, ghost hours, tactics, grievances, and heroes, etc. Okay, അതായത് നമുക്കറിയാം ഈ പലതരത്തിലുള്ള ഡിസ്റ്റർബൻസുകൾ എംപ്ലോയീസിന് അവരുടേതായിട്ടുള്ള അവകാശങ്ങളൊന്നും നേടിക്കൊടുക്കുന്നില്ല എങ്കിൽ, തൊഴിലുടമ അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് ഒന്നും കണ്ടെത്തുന്നില്ല എങ്കിൽ, ചിലപ്പോഴെങ്കിൽ നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെ, നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നില്ല, അവർ ചെയ്ത് കൊടുക്കുന്നില്ല. അതല്ലെങ്കിൽ ജോലി ചെയ്യുന്നതനുസരിച്ചിട്ട് സാലറി അവർക്ക് കൊടുക്കുന്നില്ല അല്ലെ? അങ്ങനെയൊക്കെ പലതരത്തിലുള്ള അവർ ഓവർ ടൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം സ്ട്രൈക്കുകളും ലോക്കൗട്ടുകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അല്ലെ നല്ല ഒരു ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് പോകുമ്പോൾ നമുക്കറിയാം അവിടെ നെഗോഷിയേഷൻ ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ട് അതിന് ഒരു അല്ലെ തർക്കങ്ങൾക്കൊക്കെ പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കും.
സോ അതുകൊണ്ട് തന്നെ പറയാണ് നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഇതിനേക്ക് കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പം കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഓൾ ദീസ് ഇഷ്യൂസ് ക്യാൻ ബി ഹാൻഡിൽഡ് ത്രൂ ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. അല്ലെ, നല്ലൊരു ബന്ധം ഉണ്ടാകേണ്ടത് തൊഴിലുടമയും യൂണിയനുകളും മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് നല്ലൊരു ബന്ധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. തർക്കങ്ങളൊക്കെ വന്നാൽ തന്നെ നല്ല രീതിയിൽ ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് പരിഹാരങ്ങൾ കണ്ടെത്തി പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ബെറ്റർ റിലേഷൻഷിപ്പ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് മിനിമൈസസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്, തർക്കങ്ങളെ ലഘൂകരിച്ചു കൊണ്ടുവരാനായിട്ട് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പിനെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് ഇൻക്രീസസ് വർക്കേഴ്സ് മൊറൈൽ. ഓക്കെ, ഇൻക്രീസസ് വർക്കേഴ്സ് മൊറൈൽ അല്ലെ, അതായത് ആത്മവീര്യം അത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇൻക്രീസസ് ദ വർക്കേഴ്സ് മൊറൈൽ അല്ലെ, അതായത് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായാൽ വർക്കേഴ്സിന്റെ ഇടയിൽ നല്ല മനോവീര്യം അത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ദ എംപ്ലോയീസ് ആൻഡ് ദ എംപ്ലോയർ തിങ്ക് അബൌട്ട് ദ ബെനിഫിറ്റ് ഓഫ് ഈച്ച് അതർ. തീർച്ചയായിട്ടും തൊഴിലുടമ അവരെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ റിട്ടേൺ പ്രതീക്ഷിക്കും. തൊഴിലാളികളാണെങ്കിലും അവര് എഫേർട്ട് അല്ലെ, അവരെടുക്കുന്ന എഫേർട്ടിനുള്ള റിട്ടേൺ തീർച്ചയായിട്ടും അവരും അല്ലെ പ്രതീക്ഷിക്കും. അപ്പൊ ഇരുകൂട്ടരും അവരുടെ ആഗ്രഹങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഉള്ള ഒരു രീതിയായിരിക്കും അവലംബിക്കുന്നത്. വർക്കേഴ്സ് വർക്ക് ഈഗർലി ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ഗോൾസ്. തീർച്ചയായിട്ടും തൊഴിലാളികളും തൊഴിലുടമയൊക്കെ വർക്ക് ചെയ്ത് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ, പ്രധാനമായിട്ടും ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്താണോ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആകാംക്ഷാഭരിതരായിട്ട് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത് അല്ലെ. എങ്ങനെയെങ്കിലും ടാർഗറ്റുകളൊക്കെ അറ്റൈൻ ചെയ്യണം അല്ലെ, ഏൺ ചെയ്യണം എന്നുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ആ ഒരു ഫോക്കസ് ചെയ്തിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് ബിക്കോസ് വർക്കേഴ്സ് ബിലീവ്സ് that they share the same concern as the employer, that is increase in production. അതായത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വർക്കേഴ്സ് ആഗ്രഹിക്കുന്നു അവരുടേതായിട്ടുള്ള അല്ലെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ അവർക്കും കിട്ടും അല്ലെ. ആ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോൾ എന്താണ്, ഓക്കെ നമുക്ക് ഇത് ടാർഗറ്റ് ഒക്കെ അറ്റൈൻ ചെയ്തല്ലോ അല്ലെ, നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ ഷെയറിങ് ഞങ്ങൾക്കും കിട്ടും എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ടും അവരോട് പെരുമാറാനും തീർച്ചയായിട്ടും അവരും അല്ലെ എംപ്ലോയർ ആണെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഭാഗങ്ങൾ അല്ലെ പ്രൊപ്പോർഷൻ ആയിട്ടുള്ള രീതിയിൽ തന്നെ അവർക്കും അതിന്റെ പ്രോഫിറ്റ് ഷെയറിങ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ടാവും. ദിസ് ഇസ് ആസ് എ റിസൾട്ട് സ്റ്റിമുലേറ്റ് them to work harder അല്ലെ. തീർച്ചയായിട്ടും ഈ ഒരു പ്രോഫിറ്റ് ഇവര് ഇരുകൂട്ടർക്ക് വീതം വെക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത, എല്ലാവരും തന്നെ വർക്ക് ഹാർഡായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെ. നല്ല ഹാർഡ് വർക്കിംഗ് ചെയ്യാനായിട്ടുള്ള ശ്രമം അവരുടെ ഇടയിൽ ഉണ്ടാവും. കാരണം തീർച്ചയായിട്ടും എന്താണ്, വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു ഷെയർ ഞങ്ങൾക്കും കൂടി അല്ലെ കിട്ടും എന്നുള്ള ഒരു ധാരണ എംപ്ലോയിയുടെ ഇടയിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവര് ഹാർഡ് വർക്ക് ചെയ്യും. Employees also have a feeling that the profit of the firm are not only due to their efforts and workers are equally responsible for the increase in production and profit. Okay, തീർച്ചയായിട്ടും ബിസിനസിന്റെ അല്ലെ ഉത്പാദനം വർദ്ധിക്കുക അല്ലെങ്കിൽ പ്രോഫിറ്റ് അത് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താണ് സ്വന്തം എഫേർട്ട് കൊണ്ട് മാത്രമല്ല അല്ലെ, വർക്കേഴ്സിന്റെ തൊഴിലുടമയുടെ എഫേർട്ട് കൊണ്ട് മാത്രമല്ല തൊഴിലാളികളുടെയും കൂടി എഫേർട്ട് കൊണ്ടാണെന്നുള്ള ധാരണ എന്താണ് എംപ്ലോയറുടെ ഭാഗത്ത് ഉണ്ടാകില്ല. തീർച്ചയായിട്ടും അവര് അത് ഷെയർ ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കും. Therefore, workers should be given an equal share of the profit. Okay, വർക്കേഴ്സിന് അവരുടെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വിഹിതം, ലാഭവിഹിതം ഷെയർ ചെയ്യാനായിട്ട് അവരെ ആഗ്രഹിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ടെക്നിക്കിന് ചുറ്റും വേണ്ടത്, പക്ഷെ മിക്കവാറും ചില ബിസിനസ് ഫോമുകളിലൊക്കെ അവരെന്താണ് പ്രൊപ്പറേറ്റർ അല്ലെ അവര് പ്രോഫിറ്റബിൾ ആണെങ്കിൽ തൊഴിലാളികൾക്ക് അതിന്റെ നേട്ടങ്ങളൊന്നും മതിയായ രീതിയിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ശരിയാണോ? പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് തന്നെ അവർക്ക് നേട്ടം കിട്ടാറുണ്ടാവുമോ? ഇല്ല അല്ലെ. എങ്കിൽ കൂടി അങ്ങനെയുള്ള ഒരു നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും അവർ ഹാർഡ് വർക്ക് ചെയ്യും അല്ലെ. തീർച്ചയായിട്ടും അവിടെ എന്താണ് പ്രോഫിറ്റ് കൂടുതലായിട്ട് അധികമായിട്ട് കിട്ടുമ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു മനോഭാവം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവര് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോൾ നമുക്കറിയാം ഷെയറിംഗ് മനോഭാവം ഉണ്ടാകുന്നു. ഷെയറിംഗ് മനോഭാവം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഹാർഡ് വർക്കിംഗ് അവിടെ ഓൾറെഡി ഓൾമോസ്റ്റ് അല്ലെ പ്രിൻസിപ്പൾ ആയിട്ട് തന്നെ ക്യാച്ച് ചെയ്ത് അവര് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ അല്ലേ? ഇൻക്രീസസ് വർക്കേഴ്സ് മൊറൈൽ.
ഓക്കെ, അപ്പൊ സെക്കൻഡ് പോയിന്റ് നമ്മൾ കണ്ടു. ഫസ്റ്റ് പോയിന്റ് മിനിമൈസസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്, അതായത് തർക്കങ്ങളെ ലഘൂകരിക്കാനായിട്ട് സാധിക്കുന്നു. നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോൾ ഇൻക്രീസസ് വർക്കേഴ്സും അവരുടെ ആത്മവീര്യം അല്ലെ, ഒരു ഉത്സാഹത്തോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടി സാധിക്കുന്നു എന്നുള്ളതാണ്. തേർഡ് പോയിന്റ് നോക്കാം, പ്രൊവൈഡ്സ് ഫെയർ ബെനിഫിറ്റ്സ് ടു വർക്കേഴ്സ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവർക്ക് മതിയായ രീതിയിൽ വർക്കേഴ്സിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ്. നമുക്ക് വർക്കേഴ്സ് മസ്റ്റ് ബി ഗിവൺ enough monetary and non-monetary motivation so that they can live a balanced life. അതായത് ഇൻ കേസ് നമുക്കറിയാം നമുക്കറിയാം പണപരമായിട്ടുള്ള രീതിയിൽ തന്നെയുള്ള ബെനിഫിഷ്യൽ മാത്രമല്ല, അല്ലാതെ അല്ലെ അവർക്ക് അവാർഡ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ നല്ലൊരു പേര് അല്ലെ, സൽപ്പേര് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലാത്ത രീതിയിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളും ഉണ്ട് അല്ലെ. ചിലപ്പോൾ എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ നമ്മുടെ മോണിറ്ററി അല്ലാത്ത തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ഉണ്ട്. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, അവരുടെ ലൈഫിൽ അല്ലെ നല്ല എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ജോലി എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിനോടൊപ്പം തന്നെ അവരുടെ ലൈഫ് ആസ്വദിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടി കിട്ടുന്നു. തീർച്ചയായിട്ടും നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ എംപ്ലോയീസിന് ഇങ്ങനെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഒരു ടൂർ പ്രോഗ്രാം സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽ സീസണിലൊക്കെ പ്രത്യേകമായിട്ട് അതൊക്കെ ആഘോഷിക്കുക അല്ലെ. അതൊക്കെ വരുമ്പോഴെന്താണ്, നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് അതൊക്കെ എന്താണ് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് എംപ്ലോയർ തയ്യാറാവുള്ളൂ. സോ അങ്ങനെ വരുമ്പോഴെന്താണ്, അവരുടെ ലൈഫ് തന്നെ നല്ല മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. നോക്കാം, ദിസ് ഈസ് പോസിബിൾ only when the industrial relationship between the workers and the management are friendly. ഓക്കെ, നല്ലൊരു മനോഭാവം, നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അറേഞ്ച് ചെയ്യുള്ളൂ അല്ലെ. അല്ലാതെ തൊഴിലുടമ തൊഴിലാളികളെ കണ്ടുകൊണ്ട് ജസ്റ്റ് പണി ലഭിക്കുക എന്നുള്ള ഒരു രീതി മാത്രമാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടാവില്ല അല്ലെ. ടൂർ സംഘടിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടാവുള്ളൂ ഇല്ല. നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ മാത്രമാണ് എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള റിസ്ക് എടുക്കാനായിട്ട് തൊഴിലുടമ തയ്യാറാവുള്ളൂ. സോ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ് പ്രൊവൈഡ്സ് ഫെയർ ബെനിഫിറ്റ്സ് ടു വർക്കേഴ്സ് അല്ലെ. അവർക്ക് മറ്റു തരത്തിലുള്ള മോണിറ്ററി അല്ലാത്ത തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ കൂടി അവർക്ക് ലഭ്യമാക്കുന്നത്. ക്ലിയറാണോ? ഓക്കെ, തേർഡ് പോയിന്റ് പ്രൊവൈഡ്സ് ഫെയർ ബെനിഫിറ്റ്സ് ടു വർക്കേഴ്സ്. ഫോർത്ത് പോയിന്റ് നോക്കാം, ഹെൽപ്സ് ഇൻ ഫെസിലിറ്റേഷൻ ഓഫ് ചേഞ്ചസ്. അതാണ് ഫോർത്ത് പോയിന്റ് പറയുന്നത്, ഹെൽപ്സ് ഇൻ ഫെസിലിറ്റേഷൻ ഓഫ് ചേഞ്ചസ്. നോക്കുക, ഇഫ് ദ ഓർഗനൈസേഷൻ ഹാസ് എ സപ്പോർട്ടീവ് ആൻഡ് കോപ്പറേറ്റീവ് അറ്റ്മോസ്ഫിയർ, ചേഞ്ചസ് ആർ ഈസിലി അക്സെപ്റ്റഡ്. ഓക്കെ, നമുക്കറിയാം ഒരു സപ്പോർട്ടീവ് അല്ലെ, ഒരു സഹകരണ ബോധത്തോട് കൂടിയിട്ടാണ് ആ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്കറിയാം എന്ത് വെല്ലുവിളികൾ വന്നാലും നമ്മൾ അതിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഏതൊരു ബിസിനസ് ആണെങ്കിലും എന്താണോ ആ ഒരു രീതി അത് മാത്രം ഫോളോ ചെയ്തുകൊണ്ട് പോയ കാര്യമില്ല. ഫ്ലെക്സിബിൾ ആയിട്ട് ചേഞ്ചസിനെ അനുസരിച്ചിട്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്തി മുന്നേറേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ചേഞ്ചസ് ഒക്കെ ഈസിലി സ്വീകരിക്കാനായിട്ട് അത് അല്ലെ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ പ്രാബല്യത്തിലാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. As a result of this, the benefits of all the most recent innovations, inventions, and other technical advances can be utilized effectively. ഓക്കെ, അപ്പൊ പുതിയ പുതിയ ഇന്നോവേറ്റീവ് അല്ലെ, പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെ മുന്നേറണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയറുടെ സഹകരണം ആവശ്യമാണ് അല്ലെ. അപ്പൊ എംപ്ലോയർ ഇപ്പൊ പുതിയ ഒരു മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് വെച്ചാൽ അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് എംപ്ലോയീസും തയ്യാറാവണം. ഓക്കെ, അവര് ശ്രമിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ എഫക്റ്റീവ്ലി നമ്മളെ ഫലപ്രദമായ രീതിയിൽ തന്നെ പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സഹകരണം അവിടെ ആവശ്യമാണ്. അതായത് ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ ആവശ്യമാണ്. അണ്ടർസ്റ്റാൻഡ് ദ നീഡ് ഓഫ് അവർ ആൻഡ് willingly adapt themselves to the required changes. തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലാളികളാണ് എങ്കിലും അവർക്കറിയാം അല്ലെ, അവര് ഉത്സാഹത്തോടു കൂടിയിട്ട് തന്നെ ചേഞ്ചസിനെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമാണ് വിചാരിച്ച രീതിയിൽ നമുക്ക് ബെറ്റർ ആയിട്ട് തന്നെ ടൈമിൽ തന്നെ മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. Peaceful industrial relations are important for both the employees and employers.
അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു സമാധാനപൂർവ്വമായിട്ടുള്ള നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കും ഒരേപോലെ തന്നെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം തൊഴിലുടമ വിചാരിച്ച ജസ്റ്റ് കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. തൊഴിലാളികളുടെയും കൂടി സഹകരണം അവിടെ മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സോ ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് അവരെ കൊണ്ട് പുതിയ പുതിയ കാര്യങ്ങളെ അനുസൃതമായിട്ട് തന്നെ മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, വീണ്ടും പറയേണ്ടതുണ്ടോ? ജസ്റ്റ് പോയിന്റ്സ് ഹെഡിങ്സുകളൊന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ്ലി നമ്മൾ പറയുന്നത്? മിനിമൈസസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്. നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് തർക്കങ്ങളെ ദൂരീകരിക്കാൻ സാധിക്കുന്നു. ഇൻക്രീസസ് വർക്കേഴ്സ് മുറയില് ആത്മവീര്യം ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്നു. പ്രൊവൈഡ്സ് ഫെയർ ബെനിഫിറ്റ്സ് ടു വർക്കേഴ്സിനാണെങ്കിൽ മോണിറ്ററി അല്ലാത്ത തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ കൊടുക്കാൻ സഹായിക്കുന്നു. ദെൻ ഹെൽപ്സ് ഇൻ ഫെസിലിറ്റേഷൻ ഓഫ് ചേഞ്ചസ്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസിനെയൊക്കെ അല്ലെങ്കിൽ ഉൾക്കൊള്ളാനായിട്ട് നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് കൊണ്ട് സഹായിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മേക്സ് കളക്റ്റീവ് ബാർഗെയിനിങ് എഫക്റ്റീവ്. എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ്? എന്തെങ്കിലും ലഭ്യമാകുന്നില്ല എങ്കിൽ, അനുവദനീയമായ കാര്യങ്ങളൊന്നും ലഭ്യമല്ല എങ്കിൽ നമ്മൾ ഒരു അപേക്ഷിച്ചില്ലേ അവിടെ ബാർഗെയിൻ ചെയ്ത് നമ്മൾ മേടിക്കുന്ന ഒരു കാര്യം അല്ലെ. നോക്കുക, ഹാർമോണിയസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ വെരി crucial for effective collective bargaining, beneficial both the parties. That is, employee and employer to arrive at such an agreement which is beneficial for both of them. Okay, നമുക്കറിയാം അതൊരു പ്രധാനമായിട്ടുള്ള ഒരു അല്ലെ പ്രധാനപ്പെട്ട ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഏതൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിലും തൊഴിലുടമ ഇൻവെസ്റ്റ് ചെയ്തതനുസരിച്ചിട്ടുള്ള റിട്ടേൺ പ്രതീക്ഷിക്കുന്നതോടൊപ്പം തൊഴിലാളികളുടെ എഫേർട്ടിന് അവരും അവരുടേതായിട്ടുള്ള ന്യായമായ ആവശ്യങ്ങൾ ഉണ്ടാവും അല്ലെ, അത് നേടണമെന്നുണ്ടാവും. തീർച്ചയായിട്ടും ബോത്ത് പാർട്ടീസ് അല്ലെ അവരുടെ ബാർഗെയിനിങ് പവർ കൊണ്ടാണ്. ഇൻ കേസ് എന്തെങ്കിലും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് മോസ്റ്റ്ലി ഷെയർ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ കൂടുതലായിട്ട് അല്ലെ ടെക്നോളജി ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് എന്താണ് എംപ്ലോയർ അതിനനുസരിച്ചിട്ടുള്ള ഫണ്ട് ഇറക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതും കൂടി കൺസിഡർ ചെയ്തിട്ട് മാത്രമാണ് എംപ്ലോയറുടേതായിട്ടുള്ള ഭാഗങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ എംപ്ലോയർ നൽകിയില്ല എങ്കിൽ അല്ലെ തൊഴിലുടമയുടെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആ ഒരു പ്രവർത്തനത്തിനെ ഒന്നും മാനിക്കുന്നില്ല എങ്കിൽ എംപ്ലോയിക്കും അല്ലെ എന്തെങ്കിലും ബാർഗെയിൻ ചെയ്യാനുണ്ടാവും. ഞങ്ങളുടെ മോസ്റ്റ് ഓഫ് ദ ടൈം അല്ലെ പുതിയ ഒരു മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്തെങ്കിലും നമ്മൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവർ വർക്ക് ചെയ്ത് അവരെ അല്ലെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് ആ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റിയത്. അതിനനുസരിച്ചിട്ടുള്ള ഷെയറിംഗ് ഒന്നും ഇല്ല എങ്കിൽ അല്ലെ പ്രോഫിറ്റ് ഷെയറിംഗ് ഒന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസും ബാർഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റർ ബാർഗെയിനിങ് ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു എഗ്രിമെന്റിൽ എത്തണമെങ്കിൽ നമുക്കറിയാം തർക്കങ്ങളൊന്നും ഇല്ലാതെ ഇരുകൂട്ടർക്കും അല്ലെ അനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനം എത്തണമെങ്കിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ ആവശ്യമാണ് അല്ലെ. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ബാർഗെയിനിങ്, നല്ല ഫലപ്രദമായിട്ടുള്ള ബാർഗെയിനിങ് നടപ്പാക്കണമെങ്കിൽ അല്ലെ നമ്മുടെ പ്രധാനമായിട്ട് നമുക്കറിയാം ബെറ്റർ റിലേഷൻഷിപ്പ് ഇവിടെ ആവശ്യമാണ്. സഹകരണ മനോഭാവം അവിടെ മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ പറയാണ് നല്ല ഐക്യത്തോടു കൂടിയിട്ട് ഇൻഡസ്ട്രി മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ബാർഗെയിനിങ് ഒക്കെ ഉണ്ടാവുമ്പോൾ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവണം അല്ലെ. തീർച്ചയായിട്ടും നല്ലൊരു എഗ്രിമെന്റ് ഒക്കെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടി മാത്രമാണ് അത് സാധിക്കുകയുള്ളൂ. സോ മേക്സ് കളക്റ്റീവ് ബാർഗെയിനിങ് എഫക്റ്റീവ്. ക്ലിയർ അല്ലേ? Then point next നോക്കുകയാണെങ്കിൽ മെന്റൽ റെവല്യൂഷൻ. എന്താണ് മെന്റൽ റെവല്യൂഷൻ നോക്കുക? The process of joint consultation between employee and employer opens the path of individual democracy. തീർച്ചയായിട്ടും തൊഴിലാളിയാണെങ്കിലും തൊഴിലുടമയാണെങ്കിലും അവർ ഇൻഡിവിജ്വലി അവരുടേതായിട്ടുള്ള അല്ലെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരുടേതായിട്ടുള്ള മനോഭാവങ്ങളുണ്ട്. This encourages the workers to perform excellently and consequently DTA share in the profit of the organization together with the management. Okay, നമുക്കറിയാം എന്താണ് ഓരോരുത്തർക്കും അല്ലെ തൊഴിലുടമ ഇറക്കുന്ന മൂലധനത്തിനനുസരിച്ചിട്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന മാതിരി തന്നെ അവർക്ക് റിട്ടേൺ പ്രതീക്ഷിക്കുന്നതോടൊപ്പം തന്നെ എംപ്ലോയിയും അവരുടെ സമയവും അവരുടെ ആരോഗ്യവും എല്ലാം അല്ലെ അത് വിനിയോഗം ചെയ്തതനുസരിച്ചിട്ട് എംപ്ലോയിയും കുറെ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. ഒരു മാനസികമായിട്ടുള്ള മത്സരം ഉണ്ടാവാതെ ഇരു കൂട്ടർക്കും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കേസ് നമുക്കറിയാം തൊഴിലുടമ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുമ്പോൾ
നമ്മളെപ്പോലെ ഇത്രയും പണിയെടുപ്പിച്ചിട്ടും നമുക്ക് മതിയായിട്ടുള്ള ഫെസിലിറ്റീസ് ഒന്നും അനുവദിക്കുന്നില്ല. ചിലപ്പോഴെങ്കിൽ നമുക്കറിയാം നല്ല വർക്കിംഗ് കണ്ടീഷൻ അല്ല എങ്കിൽ അല്ലെ, ചൂട് കൂടുതലൊക്കെ സഹിച്ചിട്ടാണ് വർക്ക് ചെയ്യേണ്ട അവസ്ഥയ്ക്ക് വരുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവും. എംപ്ലോയീസിനെ കൊണ്ട് വളരെ കഠിനാധ്വാനം ചെയ്യിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസിന് ഭയങ്കര മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാവും അല്ലെ. നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോൾ എന്താണ്, തൊഴിലുടമയോട് ആവശ്യപ്പെടാം, നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്ര ചൂട് സഹിച്ച് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതിനുള്ള സൗകര്യം ചെയ്തു തരണം അല്ലെ. അപ്പൊ മാനസികമായിട്ടുള്ള ആ ഒരു സൊല്യൂഷൻസ് ഒക്കെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇൻ കേസ് പ്രോഫിറ്റ് ആണ് എങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് ഷെയർ ചെയ്യണം എന്നുള്ളത് മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് ഇതൊക്കെ ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാവുകയുള്ളൂ. സോ മെന്റൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് മാനസിക വിപ്ലവം അല്ലെ. ദ പ്രോസസ് ഓഫ് ദ ജോയിന്റ് കൺസെൻട്രേഷൻ ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് എംപ്ലോയർ ഓപ്പൺ ദ പാത്ത് ഓഫ് ഇൻഡിവിജ്വൽ ഡെമോക്രസി. അത് തുറന്നു കൊടുക്കുകയാണ്. നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഇരു കൂട്ടർക്കും സ്വമേധയ അല്ലെ അവരുടെ ആശയങ്ങളൊക്കെ പങ്കുവെക്കാനുള്ള ഒരു പാത്ത്, ഒരു വഴി തുറന്നു കൊടുക്കുകയാണ്. Then this encourages the workers to perform excellently and consequently they are sharing the profit of the organization together. Okay. അപ്പൊ നമുക്കറിയാം തീർച്ചയായിട്ടും അവർക്ക് വർക്കേഴ്സിൽ അവരുടെ പെർഫോമൻസ് അല്ലെ അവരുടെ പ്രകടനം നല്ല മാക്സിമം എക്സലന്റ് ആയിട്ട് തന്നെ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നു. അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് അവർക്ക് ലഭ്യമാകുകയും ചെയ്യുന്നു. This industry relationship totally changes the perspective of the എംപ്ലോയീസ് ആൻഡ് എംപ്ലോയേഴ്സ്. നമുക്കറിയാം അവർ ഇരു കൂട്ടരെയും പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ അല്ലെ അവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയർ എത്ര റിസ്ക് എടുക്കണോ അത്രയും റിസ്ക് തന്നെ ആരും എടുക്കും, എംപ്ലോയീസും എടുക്കാനായിട്ട് തയ്യാറാകും. ശരിയല്ലേ? ആണോ? റിസ്ക് എടുക്കില്ലേ? അപ്പോ മെന്റൽ റെവല്യൂഷൻ ആണ് നെക്സ്റ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്തത്. സെവൻത് പോയിന്റ് നോക്കാം. ഫെസിലിറ്റേറ്റ്സ് വർക്കേഴ്സ് ഡെവലപ്മെന്റ്. ഫെസിലിറ്റേറ്റ്സ് വർക്കേഴ്സ് ഡെവലപ്മെന്റ്. In a harmonious climate, new programs like labor welfare facilities, training facilities, etc., can be introduced that help in the development of workers. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ ചേഞ്ചസ് ഒക്കെ ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ പുതിയ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവര് മെഷീനൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസിന് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ആവശ്യമാണ് അല്ലെ. അവരുടെ സ്കില്ല് അല്ലെങ്കിൽ നോളജ് ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ എംപ്ലോയർ പ്രദാനം ചെയ്ത് കൊടുക്കേണ്ടതാണ് അല്ലെ. ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് പിന്നെ ഡെവലപ്മെന്റ് ഓഫ് വർക്കേഴ്സ്. അപ്പൊ വർക്കേഴ്സിനെ എന്ത് ഡെവലപ്പ് ചെയ്യും, അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യും അല്ലെ. അവരുടെ കഴിവ്, അവരുടെ നോളജ്, ഇങ്ങനെ പുതിയ ഇംപ്ലിമെന്റേഷൻസ് അനുസരിച്ചിട്ട് തന്നെ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടുമ്പോൾ എംപ്ലോയിയുടെ നോളജും സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യും. These programs enhance the skill of the workers and there is something increase in productivity at a lower cost. Okay. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഓരോ ഇൻഡിവിജ്വലിനെയും കഴിവും നോളജ് ഒക്കെ വികസിപ്പിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് ഈസിലി അവർക്ക് പ്രൊഡക്റ്റ് കൈകാര്യം ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പൊ ഉത്പാദനക്ഷമത കൂടുകയും കുറഞ്ഞ ചെലവിൽ തന്നെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ ഫെസിലിറ്റേറ്റ്സ് വർക്കേഴ്സ് ഡെവലപ്മെന്റ്. തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് എംപ്ലോയീസിന് എങ്ങനെയൊക്കെ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ബെറ്റർ റിലേഷൻഷിപ്പ് ഇവിടെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫെസിലിറ്റേറ്റ്സ് വർക്കേഴ്സ് ഡെവലപ്മെന്റ്. അവരുടെ നോളജ്, സ്കില്ല് അതൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് സാധ്യമാവുകയുള്ളൂ. ഓക്കെയല്ലേ? ഓക്കെയാണോ? ഓക്കെ, ഏതെങ്കിലും പോയിന്റ് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടോ? നമുക്ക് 2 പോയിന്റ് കൂടി ഉണ്ട്. കേട്ടോ, നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. റെഡ്യൂസസ് വേസ്റ്റേജ്. തൊഴിലുടമയും തൊഴിലാളികളൊക്കെ തമ്മിൽ നല്ല ഐക്യമുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നല്ല എപ്പോഴും നല്ല പ്രോപ്പറായിട്ട് തന്നെ ആ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലെ. അതോടൊപ്പം തന്നെ വേസ്റ്റേജുകൾ ഉണ്ടെങ്കിൽ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നു. Industrial relations are always based on mutual support and acknowledgement of each other's need. Okay.
തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലുടമയുടെ ആവശ്യം എന്താണ്, തൊഴിലാളിയുടെ ആവശ്യം എന്താണെന്ന് കണ്ടറിഞ്ഞിട്ട് ഇരുകൂട്ടരെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നല്ല ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഐക്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇത് എൻഹാൻസ് പ്രൊഡക്ഷൻ ആൻഡ് റിഡ്യൂസസ് ദ വേസ്റ്റേജ് ഓഫ് ഓർഗനൈസേഷൻ റിസോഴ്സസ്, that is man, material and machines, and safeguarding the national interest. ഓക്കെ, അതായത് ഇതിന്റെ ഫലമായിട്ട് അല്ലെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കൂടിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. എന്നതുകൊണ്ട് തന്നെ വേസ്റ്റേജുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ എന്തെങ്കിലും വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു ഇൻഡസ്ട്രിക്ക് ആണെങ്കിലും ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. അതായത് മാൻ, മെറ്റീരിയൽ, മെഷീൻസ് അല്ലെ ഇത്തരത്തിലുള്ള വിഭവ ശേഷി ഉപയോഗിച്ചിട്ടായിരിക്കും ആ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോ മനുഷ്യന്റെ ഹ്യൂമൻ റിസോഴ്സ് ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും മെഷീനൊക്കെ ആണെങ്കിലും അത് യൂട്ടിലൈസ് ചെയ്യേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഒരിക്കലും വേസ്റ്റ് ആക്കാൻ കളയാനായിട്ട് മനുഷ്യന്റെ എഫേർട്ട് ആണെങ്കിലും അത് റിലാക്സ് ചെയ്ത് കളയുന്ന സമയം കുറവാണെങ്കിൽ മെഷീൻ ആണെങ്കിലും അത് വർക്കിംഗ് കണ്ടീഷനിലായി തന്നെയായിരിക്കും എപ്പോഴും മുന്നോട്ട് പോകുന്നത് അല്ലെ. അപ്പൊ അവിടെ എല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഒരിക്കലും വേസ്റ്റേജുകൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത, ഇത് നാഷണൽ ഇൻട്രസ്റ്റ് അല്ലെ നമ്മുടെ ദേശീയമായിട്ടുള്ള രീതിയിൽ തന്നെ അല്ലെ അവിടെ എന്താണോ സാമ്പത്തികമായിട്ടുള്ള മെച്ചപ്പെടുത്തുന്ന എന്തൊക്കെ ദേശീയ നിലപാടുകളുണ്ടോ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതായത് ഒരു ഓർഗനൈസേഷനിലും എന്താണ് അവിടെ ഒരു റിസോഴ്സസും വേസ്റ്റ് ആയിട്ട് നിൽക്കുന്നില്ല അല്ലെ. വെറുതെ എന്താണ് അത് എന്താ പറയുക ഉപയോഗമില്ലാത്ത രീതിയിൽ അവശേഷിപ്പിക്കാതെ ഉപയോഗപ്രദമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, റെഡ്യൂസ് വേസ്റ്റേജ് അത് ഏത് റിസോഴ്സസ് ആണെങ്കിലും ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ഉപയോഗിക്കുന്ന റിസോഴ്സസ് ഉണ്ട് നമുക്കറിയാം. മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. ഇതെല്ലാം തന്നെ അവിടെ ഉപയോഗിക്കുന്ന ഇറക്കിയിരിക്കുന്ന ഫണ്ട് എല്ലാം തന്നെ അല്ലെ മാക്സിമം യൂട്ടിലൈസേഷനോടുകൂടി മാക്സിമം ഉപയോഗപ്രദമാക്കുന്ന രീതിയിലായിരിക്കും അവിടെ മുന്നോട്ട് പോകുന്നത്. അത് നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സോ ആ ബെറ്റർ റിലേഷൻഷിപ്പ് കൊണ്ട് തന്നെ വേസ്റ്റേജുകളെ നമുക്ക് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ, ക്ലിയറാണോ? അതിനുള്ള ഉഷാറ് കാണുന്നില്ല. ഞാൻ ക്ലാസ് മാത്രം എടുത്തു പോകാനായിരിക്കും സമയം തരാം. ഇടയ്ക്കിടയ്ക്ക് അല്ലെ നിങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു മെസ്സേജ് അയക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി തന്നു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും അല്ലെ. നോക്കാം. നെക്സ്റ്റ് നോക്കാം, ഗ്യാരണ്ടീസ് സ്മൂത്ത് പ്രൊഡക്ഷൻ. എന്താണ് സ്മൂത്ത് പ്രൊഡക്ഷന്റെ ഗ്യാരണ്ടീസ് എന്ന് പറയാൻ കാരണം ദ മെയിൻ റോൾ ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഈസ് ദാറ്റ് ഇറ്റ് ഗ്യാരണ്ടീസ് അൺഇന്റർപ്യൂട്ടഡ് പ്രൊഡക്ഷൻ resulting in continuous employment at all levels of the organization, whether it is for manager or worker. അതായത് നമുക്കറിയാം ഒരു തടസ്സമില്ലാതെ ആ ബിസിനസ്സിന് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. തീർച്ചയായിട്ടും നമുക്കറിയാം പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് വേണം. ആ റോ മെറ്റീരിയൽസ് ചിലപ്പോൾ ഇമ്പോർട്ട് ചെയ്യേണ്ട സാധനമാണെങ്കിൽ അത് ഇമ്പോർട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള പ്ലേസുകളിലൊക്കെ എത്തിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത നടപടികളെ ഒരു സെമി ഫിനിഷ്ഡ് യൂണിറ്റിലേക്ക് എത്തിച്ച് അതിന്റെ അടുത്ത നിലപാടിലേക്കൊക്കെ പോയി അങ്ങനെയാണ് അതൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. ദെൻ പാക്കേജിംഗ് സെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എക്സ്പോർട്ട് ഒക്കെ ചെയ്യുന്നത് അല്ലെ. അങ്ങനെ എക്സ്പോർട്ട് ഒക്കെ ചെയ്യുന്നതിന് ഇടയിൽ നമുക്കറിയാം ഒരിക്കലും ഒരു ബ്രേക്ക് വരാനായിട്ട് പാടില്ല അല്ലെ. അങ്ങനെ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാത്തിന്റെ ഇടയിൽ നഷ്ടം വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ നമുക്കറിയാം നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ ആവശ്യമാണ്. രണ്ടുപേരിലേ നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലല്ലേ എല്ലാ ലെവലിലും നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അൺഇൻട്രപ്റ്റഡ് എന്ന് പറഞ്ഞാൽ തടസ്സമില്ലാതെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, എവിടെയെങ്കിലും തടസ്സങ്ങൾ വരാനായിട്ടുള്ള സാധ്യത വരുന്നത് എന്താണ്, നല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരുമ്പോഴാണ് അല്ലേ. നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെങ്കിൽ മോസ്റ്റ്ലി നമുക്ക് എന്ത് വേണം, നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ ആവശ്യമാണ്. രണ്ടുപേരില്ലേ ഇല്ലേ രണ്ടുപേരോ ബെറ്റർ റിലേഷൻഷിപ്പ് വേണ്ടി വരുമോ, നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെങ്കിൽ? പറ്റില്ല. ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ വരുള്ളൂ, നല്ല ആശയവിനിമയം നടത്താൻ സാധിക്കുള്ളൂ. അതെ അല്ലെ. അങ്ങനെ നല്ല ആശയവിനിമയം നടത്തിയാൽ തീർച്ചയായിട്ടും നമുക്കറിയാം തടസ്സമില്ലാതെ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാൻ സാധിക്കും.
അല്ലെ? അപ്പൊ തടസ്സമില്ലാതെ മുന്നോട്ട് പോകാന്ന് പറയുന്നത് എവിടെയെങ്കിലൊക്കെ ബ്രേക്ക് ഡൗൺ ആയാൽ അല്ലെ, ഇപ്പൊ പ്രൊഡക്ഷൻ യൂണിറ്റിലല്ല, ചിലപ്പോൾ ഇൻ കേസ് എല്ലാം കഴിഞ്ഞ് പാക്കേജിങ് സെക്ഷനിലേക്ക് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ബ്രേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ പാക്കേജിങ് ഒക്കെ സ്മൂത്ത് ആയിട്ട് എല്ലാം തന്നെ സ്മൂത്ത് ആയിട്ട് പോയാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച ടൈമിനുള്ളിൽ ടാർഗറ്റുകളൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അത് അങ്ങനെ നല്ലൊരു ഫ്ലോയില് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താ ആവശ്യമാണ്? നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ ആവശ്യമാണ് അല്ലെ. റിസൾട്ടിങ് ഇൻ കണ്ടിന്യൂസ് എംപ്ലോയ്മെന്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ദ ഓർഗനൈസേഷൻ, എല്ലാ ഓർഗനൈസേഷന്റെ എല്ലാ ലെവലിലൊക്കെ ഉള്ള എംപ്ലോയ്മെന്റ് അല്ലെ, തൊഴിലിടത്തിലും നല്ല കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ ആവശ്യമാണ്. വെദർ ഇറ്റ് ഈസ് ഫോർ മാനേജർ ഓർ വർക്കർ അല്ലെ, തൊഴിലുടമയും തൊഴിലാളികളൊക്കെ തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ ആവശ്യമാണ്. Due to continuity of production, all the organization resources are effectively used, which leads to higher production for the firm and continuous earning for the workers. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം കണ്ടിന്യൂറ്റി വേണമെങ്കിൽ പ്രൊഡക്ഷന്റെ ഉൽപാദന കണ്ടിന്യൂറ്റി തുടർച്ചയായിട്ട് തന്നെ മുന്നേറണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ റിസോഴ്സസും നല്ല ഫലപ്രദമായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യണം അല്ലെ. മെറ്റീരിയൽസ്, മെഷീൻ എല്ലാം തന്നെ ഒരിക്കലും ബ്രേക്ക് ഡൗൺ ഒന്നും ആവാതെ, കേസ് മെറ്റീരിയൽ ആണെങ്കിലും ഹ്യൂമൻ റിസോഴ്സസ് ആണെങ്കിലും മെഷീൻ ആണെങ്കിലൊക്കെ പ്രോപ്പറായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. എങ്കിൽ മാത്രമാണ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത് അല്ലെങ്കിൽ തടസ്സമില്ലാതെ തന്നെ പ്രൊഡക്ഷൻ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഏർണിംഗ് നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് വേണം? ഉള്ള ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ ആവശ്യമാണ്. ഓക്കെ അല്ലേ? ഗ്യാരണ്ടി സ്മൂത്ത് പ്രൊഡക്ഷൻ അല്ലെ, അവിടെ എന്താണ് അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ വരുന്നില്ല അല്ലെ, അവിടെ തീർച്ചയായിട്ടും തടസ്സങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടാണ്? ബെറ്റർ റിലേഷൻഷിപ്പ് ഉള്ളതാണ്. ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവും, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, ഇരുകൂട്ടരും ഹാർഡ് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട് അല്ലെ. തീർച്ചയായിട്ടും തൊഴിലുടമ എംപ്ലോയിനെ കൺസിഡർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ എംപ്ലോയി മോസ്റ്റ്ലി അവരുടെ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അല്ലേ? എല്ലാ പോയിന്റ്സും എളുപ്പമല്ലേ? ആണോ? മനസ്സൊക്കെ എളുപ്പമല്ലേ? Minimize industrial conflicts, increases workers' morale, then okay, provides a fair benefits to workers. Then fourth point, helps in the facilitation of changes. Fifth point, makes the collective bargaining effective. Okay, collective bargaining എന്ന് പറയുന്നത് എന്താണ്? വിലപേശി മേടിക്കുക എന്നുള്ളതാണ് collective bargaining-ന്റെ meaning. അതായത് എംപ്ലോയിക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നില്ല എങ്കിൽ, അവർക്ക് കേസ് വർക്കിംഗ് കണ്ടീഷൻ ഇല്ല, അതല്ല എങ്കിൽ മതിയായ രീതിയിൽ അവർ ഓവർടൈം ചെയ്തിട്ട് അവർക്ക് കൂലി കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴെന്താണ് അവർ ബാർഗെയിൻ ചെയ്യും അല്ലെ. ഞങ്ങൾക്ക് മതിയായ രീതിയിൽ വർക്കിംഗ് കണ്ടീഷൻ ലഭ്യമാക്കി തരണം, അല്ലെങ്കിൽ സാലറി കൂട്ടി തരണം, ഈ അവേഴ്സിനനുസരിച്ചിട്ടുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തണം, അതല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിക്കുന്നതിനനുസരിച്ചുള്ള ട്രെയിനിങ് പ്രോസസ്സിങ്ങൾ അറേഞ്ച് ചെയ്യുക അല്ലെ. അത് തീർച്ചയായിട്ടും തൊഴിലുടമയോട് ആവശ്യപ്പെടും, തൊഴിലാളികൾ ആവശ്യപ്പെടും. തീർച്ചയായിട്ടും തൊഴിലുടമയും അല്ലെ തീർച്ചയായിട്ടും എന്തെങ്കിലും ഇൻക്രീസ് ചെയ്യണം, സാലറിക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അവരും പറയും. അതായത് ഞങ്ങൾ ഇത്രയും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തത്, അപ്പൊ അത്രയും ഫണ്ട് അതിനെ ചെലവഴിക്കുന്നത് കൊണ്ട് ഇത്രയും ഭാഗം മാത്രമാണ് നിങ്ങൾക്ക് ലാഭവിഹിതം തരാൻ പറ്റുള്ളൂ, കാരണം ഇൻവെസ്റ്റ് ചെയ്തതിൽ ഇത്രയും ഫണ്ട് അവിടെ വിനിയോഗിക്കേണ്ടതായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവരിങ്ങനെ ബാർഗെയിൻ ചെയ്യാനായിട്ട് അല്ലെ, ഈ ഒരു എംപ്ലോയർ തമ്മിൽ നല്ലൊരു രീതിയിൽ വിലപേശനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമാണ് ബെറ്റർ റിലേഷൻഷിപ്പ് ആവശ്യമാണ് അല്ലെ. അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു ചർച്ച സംഘടിപ്പിക്കുമ്പോഴൊക്കെ തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ആകുമ്പോൾ എന്താണ് ആരെങ്കിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവും. തൊഴിലുടമ കുറച്ചെങ്കിലും വിട്ടുവീഴ്ച തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തൊഴിലാളികളും തൊഴിലുടമ ഇത്രയും ഫണ്ട് ഇറക്കിയതാണല്ലോ, ഓക്കെ ഇത്രയും ലാഭവിഹിതം നമുക്ക് കിട്ടിയാൽ മതി എന്നുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് എത്തും. നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് ഇതിനേക്ക് സമാധാനപൂർവ്വമായിട്ടുള്ള ചർച്ചയിൽ വരാനായിട്ട് സാധിക്കുകയുള്ളൂ. Okay, makes the collective bargaining effective. Harmonious industrial relations are very crucial for effective collective bargaining, beneficial for the parties. അല്ലെ, ഐക്യത്തോട് കൂടിയിട്ട് both parties തൊഴിലുടമയും തൊഴിലാളികളും തമ്മിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള collective bargaining നടത്താനായിട്ട് സഹായിക്കുന്നു. എംപ്ലോയി ആൻഡ് എംപ്ലോയർ ടു arrive at such an agreement which is beneficial for both of them. അല്ലെ, അവര് ഇരുകൂട്ടരും ഒരു എഗ്രിമെന്റിലേക്ക് എത്തുന്നു. ഒരു കൂട്ടർ ചിലപ്പോൾ ആണെങ്കിൽ കൂടുതൽ സാലറി ആയിരിക്കാം ആഗ്രഹിച്ചത്, പക്ഷെ തൊഴിലുടമ പറയാം ഞങ്ങൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് ഇത്രയും ഫണ്ട് നമുക്ക് ഇത്രയും ചെലവുണ്ട്, സോ നിങ്ങൾക്ക് കുറച്ച് കൂട്ടിത്തരാനേ പറ്റൂ അല്ലെ. അപ്പൊ ഇരു കൂട്ടരുടെയും ആ ബാർഗെയിനിങ്ങിലാണ് നമ്മൾ ഒരു എഗ്രിമെന്റിലേക്ക് എത്തുന്നത്. നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് ഒരു
നിശ്ചിത തീരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കൂ. ഓക്കെ അല്ലേ? ഓക്കെയാണോ? നമുക്ക് മെന്റൽ പ്രിപ്പറേഷൻ പറഞ്ഞു. Then facilitates workers development, reduces wastage, guarantees smooth production. Kerala. Okay. Then നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ട്രേഡ് യൂണിയൻസ് ആണ്. വീക്കിലി ഒരു ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് ടൈം വേസ്റ്റ് ആക്കാനില്ല. കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ. അപ്പോ ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യൂണിയനുകൾ എപ്പോഴും ഒരു വലിയ വലിയ ഓർഗനൈസേഷനിലെ കമ്പനികളിലൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ വരുന്നത്. അതായത് തൊഴിലാളികൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തുമ്പോൾ ചിലപ്പോൾ അവര് തൊഴിലാളികളെ തൊഴിലുടമയോട് ചെന്ന് ബാർഗെയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവര് സ്വീകാര്യമാകില്ല. അതേസമയം ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് അല്ലെ, ഒരു ചിലപ്പോൾ വേണമെങ്കിൽ ഈ ട്രേഡ് യൂണിയൻ എന്നൊക്കെ പറയുന്നത് പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പൊ പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ട് അവർ ബാർഗെയിൻ ചെയ്യാനായിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലുടമയ്ക്ക് ചില കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളേണ്ടതായിട്ട് വരും അല്ലെ. മിക്കവാറും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തൊഴിലുടമ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും പ്രോഫിറ്റ് ഷെയറിംഗ് ഒക്കെ നടത്താണെങ്കിൽ യാതൊരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും. പക്ഷെ മിക്കവാറും കമ്പനികളിലൊന്നും ഇങ്ങനെ സാധ്യതയില്ല അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ബാർഗെയിനിങ് ഒക്കെ നടത്തേണ്ടതായിട്ട് വരുന്നത്. സോ അങ്ങനെ ബാർഗെയിനിങ് ഒക്കെ നടത്തുമ്പോൾ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ട്രേഡ് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുത്തിട്ടായിരിക്കും തൊഴിലാളികൾ ബാർഗെയിൻ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ട്രേഡ് യൂണിയൻ എന്താന്നുള്ളത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോക്കാം. മീനിങ് ദ ആൻഡ് ഡെഫിനിഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ് to represent their goals and interest in a effective manner. The employees can join an organization which is called a trade union. അല്ലെ, അതായത് അവരുടെ ലക്ഷ്യങ്ങൾ, എംപ്ലോയിയുടെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ എംപ്ലോയിയുടെ ആവശ്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ടുള്ള മാനറിൽ അല്ലെ നല്ല രീതിയിൽ അവർക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് തൊഴിലാളികൾ എന്തിന് ജോയിൻ ചെയ്യുന്നത്? ട്രേഡ് യൂണിയനിൽ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് എംപ്ലോയിയുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കോഴ്സുകൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘടനയാണ് എന്തെന്ന് പറയുന്നത്? ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ. ഫോർ ദിസ് എംപ്ലോയീസ് പേ an annual fee and in response to their interest are powerfully represented. ഓക്കെ. അവർക്ക് നല്ലൊരു പവർഫുൾ റെപ്രസെന്റേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ആനുവൽ ഫീ ഒക്കെ കൊടുത്തിട്ടാണ് ഈ ട്രേഡ് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. This is more effective than negotiating for such rights with the employer on an individual basis. ഓക്കെ. തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല എഫക്റ്റീവ് ആയിട്ട് അല്ലെ, നല്ല ഫലപ്രദമായ രീതിയിൽ അവരുടെ അവകാശങ്ങൾ തൊഴിലുടമയിൽ നിന്ന് തൊഴിലാളികൾ നേടിയെടുക്കാനായിട്ട് നല്ല ചർച്ചയിലൂടെയാണ് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ട്രേഡ് യൂണിയൻസ് ആർ ഫോംഡ് when workers join together. തീർച്ചയായിട്ടും ട്രേഡ് യൂണിയനുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്? വർക്കേഴ്സിനെ ഉൾക്കൊള്ളിക്കാൻ അല്ലെ, ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് വർക്കേഴ്സിന്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. There are also known as organizations of workers against the management. അതായത് ഇതിനെ വീണ്ടും നമുക്ക് മറ്റു രീതിയിൽ പറയാം, ഓർഗനൈസേഷൻ ഓഫ് വർക്കേഴ്സ്, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടന എന്ന് വേണമെങ്കിൽ എന്തിനെ വിശേഷിപ്പിക്കാം? ട്രേഡ് യൂണിയനെ വിശേഷിപ്പിക്കാം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്? എഗെയിൻസ്റ്റ് ദ മാനേജ്മെന്റ്, മാനേജ്മെന്റിനെതിരായിട്ട്. അതായത് മാനേജ്മെന്റിൽ നിന്നാണ് ഇവർക്ക് തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടത്. മാനേജ്മെന്റ് ആരെ റെപ്രസെന്റ് ചെയ്തിട്ടായിരിക്കും? തൊഴിലുടമകളെ റെപ്രസെന്റ് ചെയ്തിട്ടായിരിക്കും അല്ലെ അവിടെ വർക്ക് ചെയ്യുന്നത്. ഏതൊരു കമ്പനിയാണെങ്കിലും മാനേജ്മെന്റ് തൊഴിലുടമകളെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ യൂണിയനുകൾ ആരെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്? തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. Okay, such unions help and support the workers alone. തീർച്ചയായിട്ടും അല്ലെ അവിടെ ഒരുപാട് വർക്കേഴ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആര്? യൂണിയനുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ യൂണിയൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. തൊഴിലാളികൾക്ക് ഇങ്ങനെ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഒരു സപ്പോർട്ട്, ഒരു ബലം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അപ്പോൾ മാനേജ്മെന്റിന് എതിരായിട്ടാണ് യൂണിയനുകൾ നിലകൊള്ളുന്നത്. തീർച്ചയായിട്ടും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഓക്കെയാണോ? എന്താണ് ട്രേഡ് യൂണിയൻ എന്നുള്ളത്? ഓക്കെയാണോ? ട്രേഡ് യൂണിയനെ റെപ്രസെന്റ് ചെയ്ത് TU ആ ഒരു അബ്രിവേഷനും അവിടെ വരുന്നുണ്ട്.
ട്രേഡ് യൂണിയൻ എന്താണെന്നുള്ള ഒരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കാം താഴേക്കും അതിനെ കുറിച്ചിട്ട് തന്നെ പറയുന്നത്. The work of all the workers is affected by their working age, education, family, social background, psychological factors, skills, culture, attitude towards work of others, etc. Okay, നമുക്കറിയാം എല്ലാ വർക്കേഴ്സുകളും അല്ലെ അവിടെ എല്ലാത്തിനെയും അഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ഏജും എഡ്യൂക്കേഷൻ ഫാമിലി സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ വ്യത്യസ്തമാണ് അല്ലെ. അതെല്ലാം തന്നെ അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. വർക്കേഴ്സ് ഓൾവേസ് സ്ട്രൈവ് ഓഫ് ദ improvement in terms and condition of their job. Okay, അവരെപ്പോഴും തീർച്ചയായിട്ടും നമുക്കറിയാം അവരെപ്പോഴും എന്താണ് പരിശ്രമിക്കുന്നത് അവരുടെ ജോലിയിൽ അല്ലെ അവരുടെ ഇംപ്രൂവ്മെന്റ് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു വർക്കിംഗ് കണ്ടീഷൻസിലൊക്കെ ഇംപ്രൂവ്മെന്റ് വരുത്താനൊക്കെ ആയിരിക്കും എപ്പോഴും അവർ ശ്രമിക്കുന്നത് അല്ലെ. ഓരോ തൊഴിലാളികളാണെങ്കിലും അവർ ഡെവലപ്പ് ചെയ്ത് മുന്നേറണം, അവർക്ക് സാലറി കൂടുതലായിട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെയായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. That is why they start negotiating with the top management of the company and express their grievances. ഓക്കെ, അപ്പൊ അവര് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയിരിക്കാം. ചിലപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ സാലറി കൂടുതൽ കിട്ടാനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പൊസിഷൻ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിരിക്കാം. എനിവേ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും അവര് എന്താണ് അവിടെ ഒരു ചർച്ചകൾ സംഘടിപ്പിക്കുന്നു. ടോപ്പ് മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് ചർച്ചകൾ സംഘടിപ്പിക്കുന്നു. The workers also demanding a share in the powers of management as far as the decision making and concerned. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ തൊഴിലാളികളെ ഉൾപ്പെടുത്തണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ തൊഴിലാളികൾക്ക് ഉണ്ടാവാം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും അവർ ഡിമാൻഡ് ചെയ്യും. തൊഴിലാളികള് വർക്കേഴ്സുകളൊക്കെ ഡിമാൻഡ് ചെയ്യും. എന്താണ് ആ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് പങ്കാളിത്തൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ പറയുകയും ചെയ്യും. Then in this regard, trade union play an important role as they help in protecting the workers' economic interest. Okay, നമുക്കറിയാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ അല്ലെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് യൂണിയനുകൾ, ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. They do so by collective bargaining and also by using political and economic tactics to pursue the management of the company. അപ്പൊ അവിടെ പ്രഷറൈസ് എന്ന് പറയുമ്പോൾ അവരെ സമ്മർദ്ദം ചെലുത്തുകയാണ് അല്ലെ. മാനേജ്മെന്റിനെ കമ്പനിയിലെ മാനേജ്മെന്റിന് എന്താണ് പൊളിറ്റിക്കലിന്റെയും കൂടെ സ്വാധീനത്തോട് എന്താണ് നമ്മുടെ രാഷ്ട്രീയ സ്വാധീനത്തോടുകൂടി അവരെ സമ്മർദ്ദം ചെലുത്തിയിട്ട് ആ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ടാണ് ആര് അവിടെ പ്രവർത്തിക്കുന്ന യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. യൂണിയൻ നേതാക്കളൊക്കെ കളക്റ്റീവ് ബാർഗൈനിങ് ഒക്കെ നടത്തി എംപ്ലോയിക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ട്രേഡ് യൂണിയൻ believes that they are a part of the organization as it is a subsystem that helps to fulfill the interest of certain groups, that is workers. അതായത് ട്രേഡ് യൂണിയന്റെ വിശ്വാസത്തിൽ അല്ലെ അവര് വിശ്വസിക്കുന്നതാണ് നമ്മളൊരു സബ്സിസ്റ്റം ആയിട്ട് കമ്പനികൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? തൊഴിലാളികളുടെ ഇൻട്രസ്റ്റുകളൊക്കെ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സബ്സിസ്റ്റം ആയിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു മനോഭാവമാണ് ആർക്കുള്ളത്? ട്രേഡ് യൂണിയനുകളുള്ളത്. Okay, if the community and the organization are growing strongly, the role of trade union is also considered vital. Okay, okay, നമുക്കറിയാം തീർച്ചയായിട്ടും നമുക്കറിയാം മിക്കവാറും നല്ല നല്ല കമ്പനികളൊക്കെ ആണെങ്കിൽ ഒരു നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയായിരിക്കും ട്രേഡ് യൂണിയനാണ് പ്രവർത്തിക്കുന്നത്. There are various types of trade unions, വ്യത്യസ്ത തരത്തിലുള്ള ട്രേഡ് യൂണിയനുകളൊക്കെ ആയിട്ട്. Some trade unions are formed by blue collar workers, some by white collar work employees, and some are formed by employers. പലതരത്തിലുള്ള ട്രേഡ് യൂണിയനുകളുണ്ട്. ഈ പറഞ്ഞ മാതിരി തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സംഘടനകൾ മാത്രമല്ല തൊഴിലുടമകൾക്ക് വേണ്ടിയുള്ള സംഘടനകളുണ്ട്. അതേമാതിരി തന്നെ ടെക്നീഷ്യന്മാർക്ക് അല്ലെ അങ്ങനെ പ്രത്യേകമായിട്ടുള്ള തൊഴിൽ വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ബ്ലൂ കോളർ വർക്കേഴ്സ് അല്ലെ ബ്ലൂ കോളർ ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ട്. അതല്ലെങ്കിൽ വൈറ്റ് കോളർ വർക്കേഴ്സുകളും അല്ലെ അതേപോലെ തന്നെ എംപ്ലോയർക്ക് വേണ്ടിയിട്ടുള്ള യൂണിയനുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. യൂണിയനുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഓക്കെ ആണോ? എന്താണ് ട്രേഡ് യൂണിയൻ എന്നുള്ള ഒരു ഐഡിയ കിട്ടിയോ? ഏതൊക്കെ ട്രേഡ് യൂണിയനുകൾ ഏതൊക്കെ രീതിയിൽ ഉണ്ടാവാം എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. ട്രേഡ് യൂണിയനുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അത് വെച്ചേക്കാം. ഒരു സബ്സിസ്റ്റം ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. It is a subsystem that help to fulfill the interest of a certain groups, that is workers. Okay,
ക്ലിയർ ആണോ? പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മനസ്സിലാക്കുക അവിടെ അല്ലെ ഒരു സപ്പോർട്ടീവ് ആയിട്ടാണ് അവർ നിലകൊള്ളുന്നത് അല്ലെ. അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ട്രേഡ് യൂണിയനുകൾ നിലകൊള്ളുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ നമുക്ക് നെക്സ്റ്റ് ഒരു കുറച്ച് ഡെഫിനേഷൻ 2-3 അത് ജസ്റ്റ് നോക്കാം. അക്കോർഡിംഗ് ടു ലെസ്റ്റർ അദ്ദേഹം എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം. A trade union is an association of employees designed primarily to maintain or improve the condition of environment of its members. എംപ്ലോയി ഡിസൈൻ രൂപകൽപ്പന ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്നതാണത്. എന്തിനു വേണ്ടിയിട്ടാണ്? മെയിൻറ്റെയിൻ ഓർ ഇംപ്രൂവ് കണ്ടീഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അതിലെ മെമ്പേഴ്സിന്റെ എംപ്ലോയ്മെന്റ് കണ്ടീഷനൊക്കെ ഇംപ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് എംപ്ലോയി ഡിസൈൻ ചെയ്യുന്ന ഒരു അസോസിയേഷൻ ആണ് എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ട്രേഡ് യൂണിയന്റെ ഹെൽപ്പോട് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ചൂടുള്ള അന്തരീക്ഷമൊക്കെ ആണെങ്കിലും എയർ കണ്ടീഷൻ വേണം, അല്ലെങ്കിൽ നല്ലൊരു അല്ലെ വേസ്റ്റ് പോകാനായിട്ടുള്ള സൗകര്യങ്ങൾ അനുവദിക്കണം. അങ്ങനെ അല്ലെ അവരുടെ ആ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഒക്കെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് അവർക്ക് നല്ല സാറ്റിസ്ഫാക്ഷനോടുകൂടി വർക്ക് ചെയ്യാനായിട്ടുള്ള അന്തരീക്ഷങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസ് ഡിസൈൻ ചെയ്തിരിക്കുന്ന യൂണിയനുകളെയാണ് എന്ത് പറയുന്നത്? ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. അത് ആരുടെ അഭിപ്രായത്തിലാണ് പറയുന്നത്? അക്കോർഡിംഗ് ടു ലെസ്റ്റർ. വീണ്ടും according to Flippo എന്താണ് പറയുന്നത് നോക്കാം. A trade union is a workers organization which is established by their collective activities to the welfare of the members in social, economic and potential interest and to keep them secure and for the improvement in it. ഓക്കെ, നമുക്കറിയാം എന്താ പറയുക, സാമൂഹിക സാമ്പത്തികവുമായിട്ടുള്ള അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിന്റെയും ആഗ്രഹങ്ങൾ എന്താണോ അതിനൊക്കെ പ്രൊട്ടക്ഷൻ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അത് ഒന്നും കൂടി അല്ലെ ഇംപ്രൂവ് വരുത്തുന്നതിന് ഒന്നുകൂടി അത് വികസിപ്പിച്ച് അവരുടെ അതായിട്ടുള്ള അവകാശങ്ങളും കാര്യങ്ങളൊക്കെ അത് ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തി അല്ലെ. അത് കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തിയാൽ മാത്രമാണ് വിലപേശുക മാത്രമാണ് അവർക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഓർഗനൈസേഷൻ ആണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പൊ വർക്കേഴ്സ് സ്ഥാപിച്ചിരിക്കുന്ന യൂണിയനുകളാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്? കളക്റ്റീവ് ബാർഗെയിനിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തൊക്കെ കാര്യങ്ങളൊക്കെ കളക്റ്റീവ് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻട്രസ്റ്റ് അല്ലെ. അവരുടെ സാമ്പത്തികപരമായിട്ട് അതേപോലെ തന്നെ അവരുടെ പ്രത്യേകമായിട്ടുള്ള ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ നേടിയിരിക്കുന്നതിന് അല്ലെങ്കിൽ അത് സുരക്ഷിതമായിട്ട് കൈവരിക്കുന്നതിന് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് വർക്കേഴ്സ് രൂപീകരിച്ചിരിക്കുന്ന സംഘടനയാണ് എന്തെന്ന് പറയുന്നത്? ട്രേഡ് യൂണിയൻ. അഭിപ്രായത്തിലാണ് നമ്മളത് കണ്ടത്. ഓക്കെ, അതിന് മുമ്പ് അക്കോർഡിംഗ് ടു ലെസ്റ്ററിന്റെ അഭിപ്രായത്തിൽ നമ്മൾ കണ്ടു എംപ്ലോയി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് കണ്ടീഷൻ അല്ലെ. അവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഏത് രീതിയിലാണ് അവര് ഈ ഒരു ട്രേഡ് യൂണിയനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് മനസ്സിലാക്കി വെക്കുക. അത് കണ്ടീഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് അല്ലെ, ഇംപ്രൂവ് ദ കണ്ടീഷൻസ്. ലെസ്റ്ററിന്റെ അഭിപ്രായത്തിൽ ഇംപ്രൂവ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഫ്ലിപ്പോയുടെ അഭിപ്രായത്തിൽ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻട്രസ്റ്റ് അല്ലെ അത്തരം കാര്യങ്ങൾക്ക് സുരക്ഷിതമാക്കുന്നതിനും ഒപ്പം തന്നെ ഇംപ്രൂവ് വരുത്തുന്നതിനും വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു സംഘടനയാണ്. ഇനി വീണ്ടും അക്കോർഡിംഗ് ടു വെബ്സ്. ഓക്കെ, അക്കോർഡിംഗ് ടു വെബ്സിന്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് നോക്കാം. A trade union is a continuous association of which earns for the purpose of maintaining and improving the condition of their working lives. ഓക്കെ, ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അസോസിയേഷൻ ആണ്. നമുക്കറിയാം മതിയായ കൂലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് അല്ലെ അവരുടെ ജീവിത നിലവാരത്തിനനുസരിച്ചിട്ടുള്ള വർക്കിംഗ് ലൈഫിനനുസരിച്ചിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ അവർക്ക് മതിയായ വേജസ് ഒക്കെ നേടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് അക്കോർഡിംഗ് ടു വെബ്സ് വെബ്സിന്റെ അഭിപ്രായത്തിലാണ് അത് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? ട്രേഡ് യൂണിയൻ എന്താണെന്നുള്ളവരെ ഐഡിയ കിട്ടിയോ? ഓക്കെയാണ്.
അഭിപ്രായങ്ങളൊന്ന് ജസ്റ്റ് കൊടുത്തിരിക്കുക. നമ്മള് ഇൻട്രൊഡക്ഷൻ മാത്രമേ ട്രേഡ് യൂണിയന്റെ എടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രേഡ് യൂണിയൻസ് എടുക്കാം. ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടോ? ദേഷ്യമൊന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാം. ദേഷ്യമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.